ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഗൈസ്, കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ട്രഷർ ഹണ്ട് പകുതിക്ക് വെച്ച് നിർത്തിയാണ് ഗെയിം പ്ലേ അവസാനിപ്പിച്ചത്. എന്നാൽ ഇന്ന് നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കുന്നതായിരിക്കും. സോറി ഗൈസ്, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് കുറച്ചധികം ഡേയ്സ് എനിക്ക് ഡിലേ എടുക്കേണ്ടി വന്നു. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അത് മാത്രമല്ല, നമ്മുടെ സ്പൈഡിക്കും ഡിങ്കിനൊക്കെ പനിയും ചുമയൊക്കെ ആയതുകൊണ്ട് നമ്മൾ സൗണ്ടൊന്നും ആഡാക്കുന്നില്ല. സോ ഗൈസ്, നമ്മൾ ആദ്യം കിട്ടിയ മാപ്പും കയ്യിൽ പിടിച്ച് അടക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. ഇതുവരെയായിട്ട് ഈ മാപ്പൊന്നും തെളിഞ്ഞ് വന്നിട്ടില്ല. സോ ഗൈസ്, അപ്പോഴാണ് ഞാൻ ഇവരോട് ആ രഹസ്യം ഞാൻ പറഞ്ഞത്. കാര്യം ഈ മാപ്പിൽ കാണിക്കുന്ന ഒരു സ്ഥലം അതിപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം തന്നെയാണ്. എന്തോ ബഗ്ഗോ എന്തോ കാരണം കൊണ്ടായിരിക്കും ഈ ഒരു മാപ്പ് തെളിയാത്തതെന്നാണ് ഞങ്ങളുടെ ഇപ്പോൾ സംശയം. സോ നമ്മൾ ഇതിനെപ്പറ്റി സംസാരിച്ചൊരു തീരുമാനത്തിലെത്തി. ഈ മാപ്പ് ലോഡാവാത്തതാണ് ഇഷ്യൂ എന്ന്. ഈ ഹണ്ട് എങ്ങനെയും കംപ്ലീറ്റ് ആക്കേണ്ടതുകൊണ്ട് നമ്മളെല്ലാവരും സംസാരിച്ചൊരു തീരുമാനത്തിലെത്തി. ഇതേ സീഡ് യൂസ് ചെയ്ത് പുതിയൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യാം. ദെൻ അതിൽ ഈ മാപ്പ് ലോഡ് ആവുന്നുണ്ടെങ്കിൽ ട്രഷർ കണ്ടെത്തിയതിന് ശേഷം അതേ കോർഡിനേറ്റ് നോക്കിയിട്ട് നമ്മൾ OG വേൾഡിനകത്ത് വന്നിട്ട് ആ ഒരു ട്രഷർ എടുത്തിട്ട് പോകാമെന്ന്. ഇതല്ലാതെ വേറൊരു വഴി ഞങ്ങളുടെ മുന്നിൽ കണ്ടില്ല. ഡിങ്കനും സ്പൈഡിയും ഓക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഹണ്ട് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി വേറൊരു പുതിയ വേൾഡിലോട്ട് കാല് വെച്ചു. ഗൈസ്, ബോട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആദ്യമേ തന്നെ വെള്ളത്തിൽ ചെന്ന് ചാടിയായിരുന്നു അച്ചീവ്മെൻറ്റ് എടുക്കാൻ വേണ്ടി. എന്നാലേ നമുക്ക് ബോട്ട് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ദെൻ നമ്മൾ മരമൊക്കെ മുറിച്ചെടുത്ത് 2 ബോട്ട് ഉണ്ടാക്കി. അടുത്തുണ്ടായിരുന്ന വില്ലേജിൽ പോയിട്ട് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ക്യാരി ചെയ്ത് വെച്ചു, വിശന്നാൽ കഴിക്കാൻ വേണ്ടി. പിള്ളേർ ടൂൾസൊക്കെ റെഡിയാക്കി സെറ്റായി. നമ്മൾ വെള്ളത്തിലിറങ്ങി ആ ബോട്ട് തലങ്ങും വലങ്ങും അന്വേഷിക്കാൻ തുടങ്ങി. ഒടുവിൽ ഞാൻ ആ ബോട്ട് കണ്ടെത്തി. ചെസ്റ്റ് തുറന്ന് നമുക്ക് ആവശ്യമായ മാപ്പ് മാത്രം ഞാൻ എടുത്തു. ദെൻ ഡിങ്കിൻ്റെ ബോട്ടിൽ കയറി ഞാൻ കരക്ക് കയറി. രാത്രി ആയതുകൊണ്ട് രാവിലെ ഹണ്ടിന് പോകാമെന്ന് വിചാരിച്ച് രാവിലെ ആക്കി. ഈ സമയം മാപ്പ് തെളിഞ്ഞു. ബട്ട് നമ്മൾ അപ്പോഴാണ് ആ കാര്യം ശ്രദ്ധിക്കുന്ന കേസ്. നമ്മുടെ മറ്റേ വേൾഡിൽ കിട്ടിയ സെയിം മാപ്പ് അല്ല, ഇതിലുള്ള പിക്ചർ വേറെയാണ്. ഗൈസ്, വെച്ച കാല് പുറകോട്ട് വെക്കുന്ന പരിപാടി ഇല്ലെന്നും പറഞ്ഞ് ആ മാപ്പും കയ്യിൽ പിടിച്ച് ഞാൻ മുന്നിൽ നടക്കാൻ തുടങ്ങി. ആ പോയിന്റ് നിൽക്കുന്നത് കണ്ടപ്പോഴേ ഞാൻ മനസ്സിലൊരു കാര്യം വിചാരിക്കുന്നുണ്ട്, അത് നടക്കല്ലേ എന്ന്. പോകുന്നിടയിലാണെങ്കിൽ ഒരു കുഴിയിലോട്ടും വീണ്. ഒടുവിൽ ഡിങ്കനാണെങ്കിൽ ആ കുഴിയിലേക്ക് എടുത്ത് ചാടി. സ്പൈഡി ആണെങ്കിൽ മേളിൽ നിന്ന് ഡേർട്ടൊക്കെ പൊട്ടിച്ച് ഞങ്ങൾക്കൊരു സ്റ്റെയർ പോലെ ആക്കി തന്നു കയറാനായിട്ട്. അടിയുണ്ടാക്കാനൊന്നും നേരമില്ല ഗൈസ്. എന്നാലും വരുന്ന സോംബീസിനെയൊക്കെ തല്ലിക്കൊന്നു. നോക്കുമ്പോൾ സോംബി സ്റ്റെയർ വഴിയൊക്കെ കയറി വരുന്നു. സോ നമ്മൾ ആ ഒരു സ്റ്റെയറും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫൈനലി ഗൈസ്, എന്ത് നടക്കരുതെന്ന് വിചാരിച്ചോ അത് തന്നെ നടന്നു. വേറെ ഒന്നുമല്ല ഗൈസ്, ട്രഷർ ഒളിപ്പിച്ച് വെച്ചേക്കുന്ന സ്ഥലമാണ് ഗൈസ്, അതും വെള്ളത്തിനടിയിൽ. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് തന്നെ രണ്ടും കൽപ്പിച്ച് നമ്മൾ ട്രഷറും കൊണ്ടേ പോകത്തുള്ളൂ എന്നായി. ദെൻ കറക്റ്റ് സെൻറ്റർ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ വെള്ളത്തിനകത്ത് ഇറങ്ങി. ഫൈനലി സെൻറ്റർ എത്തിയെന്ന് ഉറപ്പായപ്പം വെള്ളത്തിനടിയിൽ പോയി ബ്ലോക്ക് പൊട്ടിക്കാൻ നോക്കി. ബട്ട് നമുക്ക് ശ്വാസം മുട്ടുന്നത് കൊണ്ടും വെള്ളത്തിനടിയിൽ ബ്ലോക്ക് പൊട്ടിക്കുന്നത് അത്ര എളുപ്പമല്ലാത്തത് കൊണ്ടും കുറച്ച് സീനായിരുന്നു. പിന്നെ ഒന്നും ചിന്തിച്ചില്ല, നേരെ കരയിലോട്ട് തന്നെ നീന്തി. ടൂൾസും കാര്യങ്ങളൊക്കെ വേണമെന്ന് മനസ്സിലായി. ഗൈസ്, ഈ ഒരു തീപിടുത്തം നിങ്ങൾ ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ എന്നെ കണ്ടിട്ടുണ്ടാവും. അന്ന് ഞാൻ പോയിട്ട് ആ തീപിടുത്തമൊക്കെ അണച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ലാവയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഗൈസ് കാറ്റടിച്ച് തീ പടരുന്നത്. ടൂൾസും കാര്യങ്ങളൊക്കെ ആവശ്യത്തിന് സെറ്റാക്കി. വെള്ളത്തിനടിയിൽ പോയി ബ്ലോക്കും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചെടുക്കാൻ തുടങ്ങി. ബട്ട് നമുക്ക് ഓക്സിജനും കാര്യങ്ങളൊക്കെ കിട്ടാത്ത ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമുക്കത് ഇമ്പോസിബിൾ ആയിരുന്നു. ഞാനും ഡിങ്കനൊക്കെ ഡയറക്റ്റായിട്ട് ഹണ്ടിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്പൈഡി ഒരു ഹൗസ് തന്നെ വെള്ളത്തിനടിയിൽ പണിഞ്ഞു വെച്ച്. അഗെയിൻ താഴേക്ക് നീന്തി പോകും, ബ്ലോക്കും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചെടുക്കാൻ നോക്കും. ദെൻ മുകളിലേക്ക് ഉയരും. ഇത് തന്നെ റിപ്പീറ്റ്. സോ ഗൈസ്, നമ്മൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന ആയിരിക്കില്ല സെൻറ്റർ എന്ന് മനസ്സിലാക്കി ഞാൻ വേറൊരു പൊസിഷൻ കണ്ടുപിടിച്ച് അവിടെ പൊട്ടിക്കാനായിട്ട് തുടങ്ങി. ഒരു ആവറേജ് സെൻറ്റർ എടുത്തിട്ടാണ് ഈ പൊസിഷൻ കിട്ടിയത്. 3 പേരും അതികഠിനമായും റിസ്കിയായും സ്മാർട്ടായും ട്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടി വെള്ളത്തിൽ തന്നെ തുടർന്നു. അവസാനം ഡിങ്കൻ ഒരു വഴി പറഞ്ഞു, അണ്ടർഗ്രൗണ്ട് വഴി വന്നിട്ട് മുകളിലോട്ട് കുഴിച്ചു നോക്കാമെന്ന്. അപ്പോൾ നമ്മൾ വെള്ളത്തിലായിരിക്കില്ലല്ലോ എന്ന്. സോ ഇതിനകം അവൻ അതിന് തയ്യാറായി. ബട്ട് വിധിയുടെ ചങ്ങല മുറിച്ച് ഞാൻ ആ ചെസ്റ്റ് കണ്ടെത്തി. ആ ചെസ്റ്റ് സൈഡിലായിട്ടാണ് ഞാൻ കണ്ടത്. എന്നാൽ അത് ഓപ്പൺ ആക്കണമെങ്കിൽ മുകളിലുള്ള സ്റ്റോണും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചെടുക്കണം. സോ 3 പേരും അതിനായി തുനിഞ്ഞു. ബട്ട് ഓക്സിജൻ ഒരു നടക്കി പോണ ലക്ഷണമില്ല. ഫൈനലി സ്പൈഡി ആ ട്രഷറും കാര്യങ്ങളൊക്കെ എടുത്ത് കരയ്ക്ക് കയറി. എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്തുണ്ടായിരുന്നെന്ന് അറിയാനായിട്ട് ഐറ്റംസും കാര്യങ്ങളൊക്കെ എനിക്ക് തന്നു. ആ കോർഡിനേറ്റും കാര്യങ്ങളൊക്കെ നോക്കി വെച്ചു സ്പൈഡി. ശരിക്കുള്ള ഞങ്ങളുടെ വേൾഡിൽ പോയി കഴിഞ്ഞാൽ ആ കോർഡിനേറ്റിൽ വല്ലതും ട്രഷറും കാണുമെന്ന് നോക്കാനാണ്. പോരാത്തിന് ഈ RP നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറേ രാത്രിയായിരുന്നു. ഈ RP പറഞ്ഞു പോകുമ്പോൾ പെട്ടെന്ന് തീർന്നെങ്കിൽ ഇത് 1.5 മണിക്കൂറിന് മേളിൽ പോയായിരുന്നു ഈ RP. നമുക്ക് എല്ലാവർക്കും നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഗെയിം ഇവിടെ അവസാനിപ്പിച്ചു. 2-3 ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തിരിച്ചു പോകുന്ന വഴിക്കാണെങ്കിൽ വില്ലേജർ വഴി കിടന്ന് ഉറങ്ങുന്നതൊക്കെ കണ്ടായിരുന്നു. പിന്നെ രണ്ടാമതായിട്ട് കിട്ടിയ ട്രഷർ മാപ്പ്
അത് കണ്ടുപിടിക്കുന്ന ആർപി നമ്മൾ ഓണത്തിൻ്റെ എപ്പിസോഡിലോട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് തുടർന്ന് വീണ്ടും ഇനി കളിക്കുവാണെങ്കിൽ നമ്മൾ ഈ ഇല്യൂഷനിൽ നിന്ന് മാറത്തില്ല ഗൈസ്. ഇതിനകത്ത് നമ്മൾ പെട്ടുപോകും. ഗൈസ്, ഇനിയാണ് ഗെയിം ചേഞ്ചിങ് മൊമെൻറ്റ്. ഇവരൊക്കെയാണ് എൻ്റെ ഫ്രണ്ട്സ്. നന്ദുകുട്ടൻ മൈ ഓൾഡ് ഫ്രണ്ട്, B2 കിക്ക് സ്പൈഡിയുടെ ബ്രദറാണ്. ലൂപ്സ് ബ്രോ ഞങ്ങൾക്ക് LLRP VC എന്ന് കിട്ടിയ ഒരു ബ്രോയാണ്. അഗെയിൻ ഡിങ്കൻ ആൻഡ് മീ. ഇവരൊക്കെ എന്താ നമ്മുടെ വേൾഡിൽ വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു ചലഞ്ച് കൊടുക്കാൻ പോവുകയാണ് ഗൈസ്. സോ അതിൽ ആര് വിന്നാവുമെന്ന് കണ്ടറിയാം. സ്പൈഡിക്ക് OC ആയിട്ട് പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വരാൻ പറ്റത്തില്ലായിരുന്നു ഗൈസ്. ചാലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിം സ്റ്റാർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പലതരത്തിലുള്ള ബ്ലോക്കും കാര്യങ്ങളും കളക്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഗെയിം. ബട്ട് കളക്ട് ചെയ്യുമ്പം 1-2 സാധനം മാത്രം കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന ഓരോ സാധനവും, അതായത് മണ്ണ് എടുക്കുകയാണെങ്കിൽ മണ്ണ് 64 എണ്ണം ഉണ്ടാവണം, കല്ലെടുക്കുകയാണെങ്കിൽ കല്ലും 64 എണ്ണം ഉണ്ടാവണം, നിങ്ങൾ വേറെ വല്ല സാധനം എടുക്കുകയാണെങ്കിൽ അതും 64 എണ്ണം ഉണ്ടാവണം. അങ്ങനെയാണ് ഗൈസ്. സോ അതുകൊണ്ടാണ് നമ്മൾ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വെച്ചേക്കുന്നത്. സോ ഇവർക്ക് എത്ര തരത്തിലുള്ള ബ്ലോക്കും കാര്യങ്ങളും 64 എണ്ണം വെച്ച് എടുത്തുകൊണ്ട് വരാൻ പറ്റുമെന്നുള്ളതാണ് ഈ ഗെയിം. ഇതിൽ ആര് വിന്ന് ചെയ്യുമെന്ന് നമുക്ക് കണ്ടറിയണം. അങ്ങനെ എല്ലാവരും ഇതിനായി തയ്യാറായി ബ്ലോക്കും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. 1 ഹവറായിരുന്നു ഇവർക്ക് കൊടുത്തത്. അതിനുള്ളിൽ ഇവർ സാധനങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് വരണം. ഞാൻ ഇവരെ പുറകെ ഓടിക്കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്നുള്ളതുകൊണ്ട് ഞാനാണെങ്കിൽ സ്പെക്കിലും കാര്യങ്ങളൊക്കെ കയറിയായിരുന്നു. സോംബി ഫൈറ്റ് തൊട്ട് തേനീച്ച വരെ ഓടിച്ചിട്ട് വെള്ളത്തിൽ ചാടിച്ച അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു കുറേ പേർക്ക്. സോ ഗൈസ്, ഇവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് ഫുഡ് ഉണ്ടാക്കാനായിട്ട് ഞാൻ കരയിലിറങ്ങി. എൻ്റെ വീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സ്ഥലത്തോട്ട് ഞാൻ പോയി. അവിടുന്ന് വേണ്ടത്ര വീറ്റും കാര്യങ്ങളൊക്കെ പറിച്ചെടുത്തു. 2-3 മത്തങ്ങയും പിന്നെ വീറ്റിൻ്റെ 2-3 ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പൊട്ടിച്ചെടുത്തിട്ട് ഇവന്മാർക്ക് ബണ്ണ് ഉണ്ടാക്കാനായിട്ട് ഞാൻ റെഡിയായി. ഫൈനലി സ്പോൺ പോയിന്റ് വന്നിട്ട് ഇവന്മാർക്ക് കുറച്ച് ബണ്ണും കുറച്ച് ആപ്പിളും കാര്യങ്ങളൊക്കെ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. തൽക്കാലത്തേക്ക് ഇവന്മാരുടെ വിശപ്പിന് ഇതൊക്കെ മതിയാവും. ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ വെറുതെ ഇരിക്കുന്നതുകൊണ്ട് നേരെ സ്പെക്കിലോട്ട് കയറി. ബ്ലോക്കൊക്കെ കളക്ട് ചെയ്യുന്നതിൻ്റെ തിരക്കിലായിരുന്നു ബാക്കിയുള്ള എല്ലാവരും. പക്ഷേ ഞാൻ എപ്പോഴും ഇവന്മാരെ സ്പെക്കി നിൽക്കുമ്പോഴും ഇവന്മാർ ചെയ്ത കാര്യം തന്നെയാണ് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ എത്ര ബ്ലോക്ക് കളക്ട് ചെയ്യുന്നുള്ളതിൻ്റെ ഒരു പിടിയും കിട്ടുന്നില്ല. അങ്ങനെ ഇവർക്ക് കൊടുത്തേക്കുന്ന 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. എല്ലാവരും അവർ കളക്ട് ചെയ്തുകൊണ്ടിരുന്ന ബ്ലോക്കും കാര്യങ്ങളൊക്കെ അവരുടെ ചെസ്റ്റിനകത്ത് നേരെ എടുത്ത് വെച്ചു. ആദ്യമേ തന്നെ നന്ദുക്കുട്ടൻ്റെ ചെസ്റ്റാണ് നോക്കിയത്. ഈ പച്ചലൈസ് എന്ന് പറയുന്നവൻ തന്നെയാണ് ഈ നന്ദുക്കുട്ടൻ. നന്ദുക്കുട്ടൻ്റെ ചെസ്റ്റിൽ നിന്ന് മാത്രമായിട്ട് 16 തരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്ലോക്സാണ് കിട്ടിയത്. തന്നെ നേരെ പോയത് ലൂപ്സിൻ്റെ ചെസ്റ്റ് നോക്കാനാണ്. ലൂപ്സിൻ്റെ ചെസ്റ്റിൽ നിന്നാണെങ്കിൽ 9 തരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്ലോക്കും കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ പറ്റി. അതിനുശേഷം നമ്മുടെ 2B കിക്കിൻ്റെ ആയിരുന്നു. അവൻ്റെ ചെസ്റ്റിൽ 10 എണ്ണം ഉണ്ടായിരുന്നു ഗൈസ്. അത് കഴിഞ്ഞ് ഡിങ്കൻ്റെ ചെസ്റ്റ് നോക്കിയപ്പോഴത്തേക്കും ഗൈസ് 13 തരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്ലോക്സാണ് നമ്മുടെ ഡിങ്കൻ്റെ കയ്യിലുള്ളത്. സോ ഗൈസ്, ഇതിൽ വിൻ ചെയ്തേക്കുന്നത് നമ്മുടെ നന്ദുക്കുട്ടൻ തന്നെയാണ്. ഇവർക്ക് ഇതിനകത്ത് വിന്നായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന ഗിഫ്റ്റ് എന്താണെന്ന് ഇവർക്കും അറിയത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത വീഡിയോയ്ക്കകത്ത് എന്തായാലും അത് പറയുന്നതായിരിക്കും ഗൈസ്. കാര്യം അതിനകത്തുള്ളതൊക്കെ ഇവർക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റാണ്. അതിൻ്റെ ചെറിയൊരു തുടക്കം ഈ വീഡിയോ എൻ്റെ ആകുമ്പോൾ ഞാൻ കാണിക്കുന്നതായിരിക്കും. സോ ഗൈസ്, നമ്മുടെ ആർപ്പ് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഒരെണ്ണം ട്രഷർ ഹണ്ടും പിന്നൊന്ന് ചാലഞ്ചും പിന്നെ ഉള്ളത് ഒരു ഇൻട്രൊഡക്ഷനാണ്. അതായത് പുതിയൊരു ആർപിയുടെ. അതിൻ്റെ പേരെന്ന് പറയുമ്പോഴത്തേക്കും തൊഴിലാളി മുതലാളി എന്നൊക്കെയാണ്. അതായത് മുതലാളി പറയുന്നത് തൊഴിലാളി ചെയ്യണം, ചെയ്യുന്നതിന് പകരമായി തൊഴിലാളി പറയുന്ന ഐറ്റം മുതലാളി അവർക്ക് കൊടുക്കണം. തൊഴിലാളിക്കും മുതലാളിക്കും എന്ത് വേണമെങ്കിലും പറയാം. സോ വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരൊക്കെ പോയായിരുന്നു. കാരണം ഞങ്ങളിത് കളിച്ചുകൊണ്ടിരിക്കുമ്പം 1 മണിയായി രാത്രി. സോ ഡിങ്കനും ലൂപ്സും മാത്രമായി അവസാനം വേൾഡിൽ. ഇവർക്ക് ഞാൻ കൊടുത്ത പണി ക്ലീനിങ് ആയിരുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ഡേർട്ട് ബ്ലോക്ക് ലെയേഴ്സൊക്കെ പൊട്ടിച്ചെടുത്ത് കളയാന്നുള്ളതാണ്. എന്നിട്ട് അതൊരു പ്ലെയിൻ പ്രതലമാക്കുക. ഇത് ചെയ്യുന്നതിന് പകരമായി അവരെന്നോട് ചോദിച്ചത് ലൂപ്സിന് 5 ബെഡും അതിലൊരു ബെഡ് യെല്ലോ കളറും പിന്നെ ഫുൾ സെറ്റ് ആർമറും വേണമെന്നായിരുന്നു. ഞാൻ വലിയ മുതലാളിയൊക്കെ ആയതുകൊണ്ട് ഞാനത് ഓക്കെ സമ്മതിച്ചു. നമ്മുടെ ഡിങ്കനാണെങ്കിൽ ഒരു സാഡിൽ വേണമെന്നാണ് പറഞ്ഞത്. സോ ഗൈസ്, ഇവർ ക്ലീൻ ചെയ്ത് തീരുമ്പോഴേക്കും നമ്മൾ ഈ സാധനങ്ങളൊക്കെ ആയിട്ട് ഇവരെ കാണാൻ പോകണം. സോ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഷേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ എല്ലാ ആടുകളുടെ വൂളും കാര്യങ്ങളും കളക്ട് ചെയ്യാൻ തുടങ്ങി. ചെസ്റ്റിൽ പോയിട്ടുണ്ടായിരുന്ന 2-3 റോസ് വൂളും കാര്യങ്ങളൊക്കെ എടുത്തു. പറ്റുന്നത്ര ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തു. പിന്നെ 2 സൂര്യകാന്തി പൂവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒരു വീട്ടിൽ നിന്നൊരു ബെഡും മോഷ്ടിച്ചു. 2 സൂര്യകാന്തി പൂ ഞാൻ ഡൈ ആക്കിയിട്ട് ആ ഡൈ വെച്ചിട്ട് ഞാൻ മഞ്ഞ ബെഡ് ഉണ്ടാക്കി. പരത്തിന് യെല്ലോ ബെഡ് ഞാൻ 2 കൂടുതലുണ്ടാക്കി. ഇതിൻ്റെ ഇടയ്ക്ക് ലൂപ്സിന് ഇറങ്ങാൻ ടൈമായി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഞാനിവന് വേണ്ട ഫുൾ സെറ്റ് ആർമറും കാര്യങ്ങളൊന്നും ഉണ്ടാക്കേണ്ടത് വക വയ്ക്കാതെ ഞാനാണെങ്കിൽ ഓരോ സ്ട്രിങ്ങും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് പോകുമായിരുന്നു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മറ്റേ ചൂണ്ട ഉണ്ടാക്കാനാണ്. ചൂണ്ടയിട്ട് വെള്ളത്തിൽ നിന്ന് സാഡിലെടുക്കാനുള്ള പരിപാടിയാണ്. ഫൈനലി ലൂപ്സിന് ഇറങ്ങേണ്ട ടൈമായി. അവന് വേണ്ട ബെഡും കാര്യങ്ങളൊക്കെ ഞാൻ നിലത്ത് വെച്ച് കൊടുത്തു. അവൻ്റെ ഫുൾ ആർമർ സെറ്റോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായി ഞാൻ എൻ്റെ ഫുൾ ആർമർ സെറ്റെല്ലാം അഴിച്ച് അവന് കൊടുത്തു.
ഗൈസ് കഥ ഇനിയും കഴിഞ്ഞിട്ടില്ല. ഡിങ്കന് കൊടുക്കാനുള്ള സാഡിൽ ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. സോ ഞാൻ എൻ്റെ ചൂണ്ടയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഈ പാതിരാത്രിക്ക് ഒറ്റയ്ക്ക് ഒരു മൂലയിൽ പോയിരുന്നിട്ട് മീൻ പിടിക്കാൻ തുടങ്ങി. സാധാരണ മീൻ പിടിക്കുമ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ നിന്നൊക്കെ നമുക്ക് സാഡിൽ കിട്ടാറുണ്ട്. സോ അങ്ങനെ കുറേ നേരം മീൻ പിടിക്കാനിരുന്നു ഗൈസ്. ഒടുവിൽ കുറേ കഴിഞ്ഞപ്പോൾ നമുക്ക് സാഡിൽ കിട്ടി. സോ ഈ സാഡിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിങ്കന് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരത്രയും ഡിസേർവ്ഡ് ആണ് ഗൈസ്. ഈ ഒരു രാത്രിയിൽ ഒരു തൊഴിലാളിയൊക്കെ ആയിട്ട് അവിടെ ഇരുന്ന് ക്ലീനിങ് ചെയ്യണമെങ്കിൽ ഗൈസ് പോരാത്തതിന് അവർ ക്ലീൻ ചെയ്തേക്കണം അത്രയും വൃത്തിയായിട്ടാണ്. അത് നല്ല രീതിക്ക് പ്ലെയിൻ ആയിട്ട് ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ ആക്കി തന്നിട്ടുണ്ട്. ബോംബെയുടെ തീരദേശത്തു നിന്ന് KGF-നെ ടോട്ടൽ കൺട്രോളിലെടുത്ത് അതിനെ 10 മടങ്ങ് വളർത്തി. ഇന്ത്യയെ മൊത്തമായി അവൻ വിലക്കെടുത്തു. പക്ഷേ ഇന്ന് വരെ ആ പ്രദേശത്ത് അവൻ എന്ത് മാറ്റം കൊണ്ടുവന്നുവെന്ന് ആർക്കും അറിയില്ല. ബിക്കോസ് ഫോർഗെറ്റ് അബൌട്ട് ഗോയിങ് there by road, he didn't even allow commercial flights to fly over KGF. This is what they have sent. History tells us that powerful people come from powerful places. History was wrong. Powerful people make places powerful.